പേരൻറ്റിങ് ഒരു അമ്മ റോളാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട്. പേരൻറ്റിങ് ഒരു ജെൻഡർ ഇഷ്യൂ അല്ല. അതുപോലെ തന്നെ ഇപ്പോൾ സ്കൂളിലൊക്കെ ഒരു പേരൻറ്റ് മീറ്റിംഗ് വന്നു കഴിഞ്ഞാൽ അവിടെ വരുന്നത് മുഴുവൻ അമ്മമാരാണ്. ഇതൊക്കെ വലിയൊരു അപകടമാണ്. ഈ കാലഘട്ടത്തിൽ കുട്ടികളെ വളർത്തുമ്പോൾ അപ്പനും അമ്മയുടെയും സ്വാധീനം ശക്തമായി കുട്ടികളിൽ ഉണ്ടാവേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ആൺകുട്ടികളെ മിടുക്കരാക്കിയെടുക്കുന്നതിൽ അപ്പന്മാരുടെ റോള് വളരെ കൂടുതലാണ്. പെൺകുട്ടികൾക്കും തീർച്ചയായിട്ടും ഒരു ടീനേജിലേക്കൊക്കെ വരുമ്പോൾ അവർക്ക് ഒരു പുരുഷൻ ആരാണ്, എങ്ങനെയാണ് ഒരു പുരുഷൻ ചിന്തിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ അപ്പന് വലിയൊരു റോളുണ്ട്. നല്ല പിതാവും നല്ല മാതാവും ആയി നമ്മൾ രൂപാന്തരപ്പെട്ട് കുട്ടികളെ സ്വാധീനിച്ച് വളർത്തിക്കൊണ്ട് വന്നാൽ തീർച്ചയായിട്ടും അവർക്ക് നല്ല ജീവിതത്തെക്കുറിച്ചൊക്കെയുള്ള വലിയ സ്വപ്നങ്ങളുണ്ടാകും. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. പലപ്പോഴും അപ്പന്മാർ കുട്ടികളുമായിട്ട് അധികം സമയം ചെലവഴിക്കുന്നില്ല. അവർ ജോലി സംബന്ധമായിട്ടൊക്കെ വളരെ ബിസിയാണ്. അവർക്കൊട്ട് സമയമില്ല, ക്ഷമയില്ല. പിന്നെ ഇതൊക്കെ എന്തോ അമ്മയുടെ റോളാണ് അല്ലെങ്കിൽ വീട്ടിലുള്ളവരുടെ റോളാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ധാരാളം അപ്പന്മാർ ഈ കാലഘട്ടത്തിലും ജീവിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ ഒരു 8 വയസ്സുള്ള കുട്ടിയോട് ചോദിക്കുമ്പോൾ ആ കുട്ടി വളരെ പോയിൻറ്റ് ബ്ലാങ്കായിട്ട് പറഞ്ഞൊരു കാര്യം, ഡാഡിക്കൊട്ടും തന്നെ ടൈമില്ല എന്നോടൊപ്പം ചിലവഴിക്കാൻ. അത് ഒരു നിരാശ മുഖത്ത് വളരെ സ്പഷ്ടമായിട്ട് കാണാനും കഴിയുന്നുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആൺകുട്ടികളെയാണ്. പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ ഒരു പ്രശ്നം അവർക്ക് വീട്ടിലും ആണുങ്ങളെ കാണാനോ അല്ലെങ്കിൽ ഒരു പുരുഷനെ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്ത് വരുന്നത് എന്നൊന്നും മനസ്സിലാക്കാൻ അവർക്ക് അവസരമില്ല. സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ കൂടുതലും ലേഡി ടീച്ചേഴ്സാണ്, അവിടെയും ആണുങ്ങളില്ല എന്നുള്ളത് ആൺകുട്ടികളെ സംബന്ധിച്ച് ഒരു വലിയ ഒരു ഐഡൻറ്റിറ്റിയുടെ ഒരു പ്രശ്നം കൂടിയാണ്. അവരെങ്ങനെയാണ്, എന്താണ് മോഡൽ ചെയ്ത് വരേണ്ടത്, സിംബലൈസ് ചെയ്ത് വരേണ്ടതെന്നൊന്നും അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പുരുഷന്മാർ തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ, വീട്ടിലെ അപ്പന്മാർ ഈ കാലഘട്ടത്തിൽ മക്കളെ സ്വാധീനിക്കാൻ ചെറിയ പ്രായം മുതൽ ശ്രമിക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം ഈ മാതാപിതാക്കളുമായിട്ടുള്ളൊരു ബന്ധം ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളിൽ ഉണ്ടാകുവാനും അവരുടെ മെമ്മറീസിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ ചെറിയ പ്രായത്തിലെ കഴിഞ്ഞാൽ വലുതാകുമ്പോൾ നമ്മൾ അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവരതിനോട് റെസ്പോണ്ട് ചെയ്യത്തുള്ളൂ പോസിറ്റീവായിട്ട്. പലപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ടീനേജിൻ്റെയൊക്കെ ഒരു അവസാനമാകുമ്പോഴത്തേക്ക് ആൺകുട്ടികളുടെ അടുത്തേക്കൊക്കെ അപ്പന്മാർ ചെല്ലുകയും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുക, പല കാര്യങ്ങളും അവരുമായിട്ട് ചർച്ച ചെയ്യാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അപ്പോഴത്തേക്കൊക്കെ ഒരുപാട് അകന്നു കഴിഞ്ഞിരിക്കും ആ ബന്ധം. ഇതാണ് വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത്. അപ്പം ഒരു ക്വാളിറ്റി ടൈം ആൺകുട്ടികളുമായിട്ട് ഇടപെടാനായിട്ട് പുരുഷന്മാർ ശ്രമിക്കേണ്ടതാണ്. അവിടെ വലിയൊരു പ്രശ്നം, പല അപ്പന്മാരും ഒരു നല്ല പിതാവായിട്ട് രൂപാന്തരപ്പെടാൻ തയ്യാറല്ല. അവരെപ്പോഴും ഒരു പ്രൊഫഷണലായിട്ടാണ് വീട്ടിലും ആ ഒരു ഐഡൻറ്റിറ്റിയും ആ ഒരു സ്റ്റാറ്റസൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് പലപ്പോഴും ശ്രമിക്കുന്നത്. ഇത് പലപ്പോഴും ബാക്ക് ഫയർ ചെയ്യും. നമുക്ക് കുട്ടികളുമായിട്ട് ജെല്ല് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കുട്ടികളെ സ്വാധീനിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനം നമ്മൾ വീട്ടിൽ വന്ന് കുട്ടികളുടെ ലെവലിലേക്ക് ഇറങ്ങി ചെല്ലുകയും കുട്ടികളെ നമ്മുടെ ലെവലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. നമ്മൾ കുട്ടികളുടെ ലെവലിലേക്ക് ഇറങ്ങി ചെല്ലുക, അവരെ താഴോട്ടിറങ്ങി ചെന്ന് അവരുടെ ഒരു ചൈൽഡായിട്ട് അവരുടെ കൂടെ കളിക്കുകയും അവരുടെ ആശയങ്ങളിലും അവരുടെ ചിന്തകളിലും ഒക്കെ മനസ്സിലാകുന്ന രീതിയിൽ അവരോട് ഇടപെടുകയും ഒക്കെ ചെയ്താൽ തീർച്ചയായിട്ടും അവരുമായിട്ട് നമുക്കൊരു നല്ല ബന്ധം ചെറിയ പ്രായം മുതലേ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതിന് എനിക്ക് തോന്നുന്നു ഒരുപാട് നമ്മുടെ ആ ഈഗോ സ്റ്റേറ്റ് ഒരുപാടൊന്ന് ഡിസോൾവ് ചെയ്യേണ്ടി വരും. കുട്ടിക്കറിയില്ലല്ലോ നമ്മൾ ഡോക്ടറാണോ, ഡയറക്ടറാണോ, കളക്ടറാണോ, ഇതൊന്നും കുട്ടിക്കറിയില്ല. കുട്ടിയെ സംബന്ധിച്ച് അച്ഛൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ, അമ്മയെന്ന് പറഞ്ഞാൽ അമ്മ, ഇത്രയൊക്കെ ഉള്ളൂ. ഇനി എത്ര വലിയ ആളാണെന്ന് പറഞ്ഞാലും കുട്ടി നമ്മളെ ബഹുമാനിക്കണമെങ്കിൽ നമ്മൾ കുട്ടികളെ ബഹുമാനിക്കണം. അപ്പോൾ കുട്ടികളെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് അവരോടൊപ്പം ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക, പ്രത്യേകിച്ച് നല്ല ലിസണിങ് സ്കിൽ, അവർ നമ്മളോട് സംസാരിക്കുമ്പോൾ വളരെ ഇൻട്രസ്റ്റോടുകൂടി അവരെ കേൾക്കുക, ജഡ്ജ്മെൻ്റൽ അല്ലാതെ അവരോട് സംസാരിക്കുക, അവരെ എൻകറേജ് ചെയ്യുക, അവരെ സപ്പോർട്ട് ചെയ്യുക, അവരെ റെക്കഗ്നൈസ് ചെയ്യുക, അവരുടെ ചെറിയ ചെറിയ പോസിറ്റീവ്നെസ്സിനെയൊക്കെ ഒന്ന് റിഗാർഡ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അവർക്ക് നമ്മളോട് കൂടുതൽ താല്പര്യം ഉണ്ടാകുന്നത്. പലപ്പോഴും പുരുഷന്മാരുടെ ഒരു പ്രശ്നം, അവർ ഒരുപാട് ഈഗോ സെൻട്രിക്കായിട്ട് നിൽക്കുന്നു. പിന്നെ അവർ വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയൊക്കെ കുട്ടികളുടെ മുമ്പിൽ വലിയ വലിയ കഥകളൊക്കെ പറയാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ പലപ്പോഴും ഈ കാലഘട്ടത്തിൽ ബാക്ക് ഫയർ ചെയ്യത്തുള്ളൂ. നമ്മൾ അവരോട് അവരുടെ ലെവലിലേക്ക് ഇറങ്ങി ചെന്ന് അവരോട് സിമ്പിളായിട്ടൊക്കെ ഇടപെടാമെങ്കിൽ അവരും നമ്മളോട് വളരെ സന്തോഷത്തോടെ ഇടപെടും. പിന്നെ അവർക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കുക, അവരെ ഒന്ന് വെളിയിലൊക്കെ കൊണ്ടുപോകാനായിട്ട് താല്പര്യം കാണിക്കുക,
അവരെ കേൾക്കുക, അവരോട് കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക. അവരുടെ ജീവിതത്തിലെ ഓരോ വിഷയങ്ങളിലും നമ്മൾ ഇന്ന് ഇറങ്ങി നിന്നാൽ നാളെ നമ്മുടെ കൺസേൺസിലൊക്കെ അവരും ഉണ്ടാവും. ഇതാണ് അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. ഇന്ന് അവരുടെ ഇഷ്യൂസിൽ നമ്മളുണ്ടെങ്കിൽ നാളെ നമ്മുടെ ഇഷ്യൂസിലും നമ്മുടെ കൺസേൺസിലും നമ്മുടെ ആശയങ്ങളുമായിട്ടൊക്കെ അവരും പൊരുത്തപ്പെടുകയുള്ളൂ. ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. ഗിവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട്, വേറൊന്നുമല്ല. അപ്പോൾ പുരുഷൻ ആ ഈഗോ സ്റ്റേറ്റ് കുറേയൊക്കെ ഒന്ന് കളഞ്ഞാലേ ഒന്നാമത് നമുക്ക് കുട്ടികളുമായിട്ട് ജെല്ല് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം പേഷ്യൻസാണ്. കുട്ടികൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഡിസൈൻ ചെയ്തിറക്കാനൊന്നും പറ്റില്ല. പ്രധാനമായിട്ടും പുരുഷന്മാരെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഈ വലിയ കോർപ്പറേറ്റിലെയൊക്കെ സ്ട്രാറ്റജിക് പ്ലാനിങ്ങും ഡിസൈൻ തിങ്കിങ്ങും ഒന്നും വെച്ചിട്ട് നമുക്ക് കുട്ടികളെ രൂപപ്പെടുത്താനൊന്നും പറ്റില്ല. കുട്ടികളെന്ന് പറയുന്നത് വളരെ ജൈവമായ ഒരു ഇൻഎക്സാക്ട് സയൻസാണ്. ഞാൻ നേരത്തെയുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് അവർ ഏത് തരത്തിലിരിക്കുന്നോ ആ തരത്തിൽ അവരെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ അവർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുള്ളൂ. പലപ്പോഴും ഈ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള പലതിനോടും പുരുഷനങ്ങോട്ട് പൊരുത്തപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇത് പുരുഷന് മാത്രമല്ല സ്ത്രീകൾക്കുണ്ട്, പക്ഷേ പുരുഷനും ഇത് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾ നമ്മൾ പറയുന്നതൊന്നും അതുപോലെ കേട്ടെന്നിരിക്കില്ല. പറയുന്ന കേൾക്കാതിരിക്കുന്നതിൻ്റെ പുറകിലെ സൈക്കോളജി എന്ന് പറയുന്ന അവരെ അറ്റൻഷൻ കൂടുതൽ സീക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ കൂടുതൽ അറ്റൻഷൻ അവർക്ക് കൊടുത്ത് അവരുമായിട്ടൊരു ഫ്രീക്വൻസിയിൽ വന്നെങ്കിൽ മാത്രമേ അവർ നമ്മൾ പറയുന്നതൊക്കെ അനുസരിക്കുകയൊക്കെ ചെയ്യുള്ളൂ. പിന്നെ ഒരുപാട് തരത്തിലുള്ള കുറവുകളൊക്കെ കുട്ടികളെ കാണും. ഇപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളുണ്ട്, ADHD ഉള്ള കുട്ടികളുണ്ട്, പലതരത്തിലുള്ള റിട്ടാർഡേഷൻസൊക്കെ ഉള്ള കുട്ടികളുണ്ട്. ചില കുട്ടികൾ വളരെ സ്ലോ ആണ്. അതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അങ്ങനെ അവിടെ നിന്ന് അവരെ അക്സെപ്റ്റ് ചെയ്ത് എൻകറേജ് ചെയ്ത് അവരെ ഫ്രൂട്ട്ഫുള്ളാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു കാര്യം. അതിന് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഒരു പേസിലോ നമ്മൾ വിചാരിക്കുന്ന ഒരു സ്പീഡിലോ ഒന്നും കുട്ടികൾ വരാതിരിക്കുമ്പോൾ അവരെ ആക്ഷേപിക്കുക, അവരുടെ മേൽ ചാടുക, അവരോട് ബഹളം വയ്ക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അപ്പന്മാർ ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും ചെയ്യുന്നത്. പിന്നെ അവധിക്ക് മാത്രം നാട്ടിലൊക്കെ വരുന്ന അപ്പന്മാർ പലപ്പോഴും അമ്മ ആയിരിക്കും ഈ പിന്നെ ഡേ ടു ഡേ അഫെയറുകളെല്ലാം മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ അമ്മയുടേതായ ഒരു രീതിയിൽ പല കൺട്രോൾസും പല സ്ട്രിക്ട്നെസ്സും പല റൊട്ടീനും ഒക്കെ വെച്ചായിരിക്കും ഇത് കൊണ്ടുപോകുന്നത്. അപ്പം ഒരാഴ്ചത്തെ അവധിക്കോ ഒരു മാസത്തെ അവധിക്കോ ഒക്കെ വരുന്ന ആൾക്കാർ ഈ അമ്മ ചെയ്യുന്നതിനെല്ലാം എതിര് പറഞ്ഞ് അല്ലെങ്കിൽ അമ്മ ചെയ്യുന്നതിനെല്ലാം ക്രിറ്റിസൈസ് ചെയ്ത് പിന്നെ അതെല്ലാം പൊളിച്ച് നാശമാക്കി കളയരുത്. അമ്മയുടെ ആ ബുദ്ധിമുട്ടുകളെ, അമ്മയുടെ ആ സ്ട്രഗിളുകളെ, അമ്മ ഒറ്റയ്ക്ക് അതെല്ലാം ചെയ്യുന്നതിലുള്ള പ്രയാസങ്ങളെയൊക്കെ ഓണർ ചെയ്തുകൊണ്ട് കുട്ടിയോടും ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കാനും അമ്മയ്ക്കും വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാനും. അല്ല, അവിടെ ഒരു കലക്കലല്ല നമുക്ക് ആവശ്യം. കഷ്ടപ്പെടുന്ന ഒരു ആൾ അവർ കഷ്ടപ്പെട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സിസ്റ്റത്തെ നമ്മൾ വന്നിട്ട് വളരെ നിസ്സാരമായിട്ട് പൊളിച്ചു കളയാനൊന്നും ശ്രമിക്കരുത്. അതുപോലെ തന്നെ അപ്പന്മാർ വളരെയധികം ചെയ്യേണ്ട ഒരു കാര്യമാണ് അവരുടെ അധ്യാപകരെയും മറ്റും മാനിക്കുക എന്നുള്ളത്. വളരെ പ്രധാനമാണ്. നിങ്ങൾ സ്കൂളിലൊക്കെ ചെല്ലുകയും അധ്യാപകരുമായിട്ട് വല്ലപ്പോഴും സംസാരിക്കുക, അവരെ റെസ്പെക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഇത് കുട്ടികളിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ സ്വാധീനം കിട്ടിയിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ പിതാവ് എൻ്റെ ടീച്ചേഴ്സിനെയൊക്കെ വളരെയധികം റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മക്കളുടെ ടീച്ചേഴ്സിനെ ഞാൻ വളരെയധികം റെസ്പെക്റ്റ് ചെയ്യാൻ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ക്രിട്ടിസൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ അതൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കുകയും അവരെ തിരുത്തേണ്ടടുത്ത് തിരുത്തുകയും ഒക്കെ നമുക്ക് ചെയ്യാം. അതിനൊന്നും കുഴപ്പമില്ല, അതൊക്കെ ചെയ്യുകയും ചെയ്യണം. പക്ഷെ അതൊന്നും അവരെ റെസ്പെക്റ്റ് ചെയ്യാതെ ആവരുത്. ആ ഒരു പ്രൊഫഷനെ റെസ്പെക്റ്റ് ചെയ്യുക, ആ ഒരു നന്മയെ റെസ്പെക്റ്റ് ചെയ്യുക. ഇന്നത്തെ കാലത്ത് അധ്യാപകരാകാനൊക്കെ വരുന്നവർ ശരിക്കും പറഞ്ഞാൽ ഒരു സാക്രിഫൈസാണ്. കാരണം മറ്റു മേഖലയിലുള്ള അത്രയൊന്നും റെമ്യൂണറേഷനോ അല്ലെങ്കിൽ വലിയ സാധ്യതയോ വളർച്ചാ സാധ്യതയോ കരിയർ പ്രോസ്പെക്റ്റോ ഒന്നും അധ്യാപന രംഗത്ത് പലപ്പോഴും ഇല്ല. എന്നിട്ടും അവിടെയൊക്കെ വന്ന് കമ്മിറ്റഡായിട്ട് നിൽക്കുന്ന, വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന, വളരെ ജൈവമായി നിൽക്കുന്ന ഒത്തിരി അധ്യാപകരുണ്ട്. വി ഹാവ് ദ റെസ്പോൺസിബിലിറ്റി ടു റെസ്പെക്ട് ദം. അപ്പോൾ ഇത് മറന്നു പോകരുത്. അപ്പോൾ ഇത്തരത്തിലൊക്കെ ഒരു പിതാവെന്ന നിലയിൽ നമുക്ക് ഒത്തിരി റോളുകളുണ്ട്. പിന്നെ കുട്ടികളിൽ സാമൂഹിക കാഴ്ചപ്പാട്, സാംസ്കാരിക ബോധം, ചരിത്രബോധം, പരിസ്ഥിതി ബോധം, ഇങ്ങനെയൊക്കെയുള്ള വ്യക്തിത്വ വികസനങ്ങൾ അവരിൽ നടക്കണമെങ്കിൽ അപ്പന്മാർ കുറച്ച് ക്വാളിറ്റി ടൈം അവരോടൊപ്പം ഇരുന്ന് ചർച്ച ചെയ്യണം. അത് ഓരോ പ്രായത്തിലും ഒരു വളർന്നു വരുന്ന സമയത്ത് അവരോടൊപ്പം ഇരുന്ന് നല്ല ചർച്ചകൾ, പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട പേഴ്സണാലിറ്റീസിനെ കുറിച്ച്, സംഭവങ്ങളെക്കുറിച്ച്. ഇപ്പോൾ ഇന്ന് ഗാന്ധി ജയന്തി ആണെങ്കിൽ ഇന്ന് ഗാന്ധി ജയന്തിയെക്കുറിച്ച് അല്പനേരം സംസാരിക്കും. അപ്പോൾ നമുക്കും അത്തരത്തിലുള്ള ഒരു ലേണിംഗ് ഉണ്ടാവണം, എങ്കിലേ അവരുമായിട്ട് അതൊക്കെ സംസാരിക്കാനായിട്ട് പറ്റുള്ളൂ. കുട്ടികളിൽ നിന്ന് വന്നിരിക്കുന്ന വലിയൊരു കുഴപ്പം, അവർ ഈ രാജ്യത്തുള്ള, ഈ നാട്ടിലുള്ള, നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ സംസ്കാരത്തിൽ നിന്നൊന്നും കാര്യങ്ങൾ ഒരു ഇൻഫ്ലുവൻസ് അവർക്കില്ല. അതുകൊണ്ടാണ് അവർ കൊറിയൻ ഇൻഫ്ലുവൻസിൻ്റെയും മറ്റുള്ള വിദേശ ഇൻഫ്ലുവൻസുകളുടെയും അല്ലെങ്കിൽ സിനിമ ഇൻഫ്ലുവൻസിൻ്റെയൊക്കെ പുറകിന് പോകുന്നത്. ശരിയായ രീതിയിൽ നമ്മുടെ കുട്ടികളെ നമ്മൾ ഓറിയൻറ്റ് ചെയ്തെടുത്താൽ തീർച്ചയായിട്ടും അത് മോശപ്പെട്ടതിനെ പ്രതിരോധിച്ച് നിൽക്കാനുള്ള വലിയൊരു സാമൂഹ്യ കരുത്ത് കുഞ്ഞുങ്ങൾക്ക് കാണും. അപ്പോൾ വ്യക്തിത്വ വികസനത്തിൽ വലിയൊരു റോള്
പ്രത്യേകിച്ച് പിതാക്കന്മാർക്കുണ്ട്. പിതാക്കന്മാരുടെ റോൾ ഒരിക്കലും മറന്നു പോകാതിരിക്കുക. ഞാനങ്ങ് ഗൾഫിലാണ്, അതുകൊണ്ട് എനിക്ക് സമയമില്ലായിരുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കുട്ടികളെ ഓർഗനൈസ് ചെയ്ത് നമ്മൾ എടുത്തില്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കൊണ്ടുപോയി ഓർഗനൈസ് ചെയ്യും. ആരെങ്കിലുമൊക്കെ കൊണ്ടുപോയി പല കാര്യങ്ങളുടെയും പിന്നെ ട്രാപ്പിൽ ഇവരെ ഇടും. ഇന്ന് വീട്ടിൽ കിട്ടാത്തതൊക്കെ നാളെ പുറത്തന്വേഷിച്ച് പോവുകയും അത് അവരെ വഴിതെറ്റാനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് നല്ല സ്വാധീനം വീട്ടിൽ കൊടുക്കുക. അമ്മയും അച്ഛനും തമ്മിൽ പരസ്പരം റെസ്പെക്റ്റ് ചെയ്യുകയും പരസ്പരം ഒരു ധാരണയിൽ പോവുകയും പരസ്പരം ഒരു ഒരു എല്ലാ കാര്യങ്ങളിലും ഏത് കാര്യത്തിലും തമ്മിലൊരു ധാരണയോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്താൽ കുട്ടികൾക്കത് വലിയ പ്രയോജനം ഉണ്ടാകുമെന്ന് എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് നല്ല ആശംസകൾ നേരുന്നു. തീർച്ചയായിട്ടും അപ്പൻ്റെയും അമ്മയുടെയും നല്ല സ്വാധീനങ്ങൾ കുട്ടികളിലേക്ക് വരട്ടെ. അതിനായിട്ട് അപ്പനും അമ്മയും കുറേയൊക്കെ ഒന്ന് മാറാൻ ശ്രമിക്കുക. അപ്പൻ്റെയും അമ്മയുടെയും പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റും ഇമോഷണൽ ഇൻ്റലിജൻസും മെൻ്റൽ ഹെൽത്തും ഒക്കെ നിരന്തരമായി ഉയർത്തിക്കൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ വീഡിയോസൊക്കെ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയെ ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഒരു ചെറിയ പങ്ക് വഹിക്കുന്നു. അതുകൊണ്ട് മറ്റുള്ളവർക്കൂടെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ കോൺടാക്ട്സിലുള്ളവർക്കൊക്കെ ഇതൊന്ന് അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്.